നമസ്കാരം. മാധ്യമജാലകം 389 എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻ എംപിയും പ്രശസ്ത മാധ്യമ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് ഇന്ന് മാധ്യമ വിചാരത്തിൽ. മാധ്യമ ചരിത്രത്തെപ്പറ്റിയും അച്ചടി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് കേൾക്കാം. 1450 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് യോഹാനസ് ഗുട്ടൻബർഗ് മൂവബിൾ ടൈപ്പ് ഉപയോഗിച്ചുള്ള, അതായത് എടുത്തു മാറ്റാവുന്ന, പെറുക്കി വയ്ക്കാവുന്ന അച്ച് ഉപയോഗിച്ച് പത്രം പേജ് ശരിയാക്കി പത്രം അച്ചടിക്കുന്ന, പത്രമൊന്നല്ല ഒരു കടലാസ് അച്ചടിക്കുന്ന സംവിധാനം കൊണ്ടുവന്നത്. അതുവരെയുള്ള അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. 278 പേജുള്ള ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമം, അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നല്ല കൈപ്പടയുള്ള ഒരാൾ, പ്രത്യേകിച്ച് ആശ്രമത്തിലെ സന്യാസിയൊക്കെ ആയിരിക്കും, 6 മാസം തുടർച്ചയായി എഴുതിയാലാണ് 278 പേജ് പകർത്തി എഴുതാൻ കഴിയുക. അപ്പോൾ വിജ്ഞാന വ്യാപനത്തിൻ്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അച്ചടിച്ച പത്രം തുടങ്ങിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള കാലത്താണ് ഗുട്ടൻബർഗ് ഈ പ്രിൻറ്റിംഗ് ടെക്നോളജി, ഇന്നത്തെ അവസ്ഥയിൽ വളരെ വിനീതമായ അല്ലെങ്കിൽ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ടെക്നോളജിയാണത്. ആ പ്രിൻറ്റിംഗ് ടെക്നോളജി അന്നത്തെ ലോകത്തെ ഏതെല്ലാം രീതിയിൽ മാറ്റിമറിച്ചു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അത് ശരിക്കും മനസ്സിലാക്കിയ ആളായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അച്ചടി മഷിയുടെ പ്രാധാന്യം, അച്ചടി മഷിയുടെ കുത്തകാവകാശം, അത് സ്റ്റേറ്റ് കൈക്കലാക്കിയിരുന്നുവെങ്കിൽ ബൂർബൺ ചക്രവർത്തിമാർക്ക് അധികാരം നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയുമാണ്. മഷിയുടെ പ്രാധാന്യം അത്ര വലുതാണ്. പലതരത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന്, അതിൻ്റെ പല രൂപത്തിലുള്ള ആവിഷ്കാരം, അവയൊക്കെ തടസ്സപ്പെടുത്തുന്നതിന് ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് നെപ്പോളിയൻ്റെ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ്. സെൻസർഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആ രീതിയിൽ കാലം പിന്നെയും മുന്നോട്ട് പോകുന്നു. ഏതായാലും ഗുട്ടൻബർഗിൻ്റെ ടെക്നോളജി വന്നപ്പോൾ പത്രം അങ്ങനെ അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ലഘുലേഖകൾ, പുസ്തകങ്ങൾ, കൂടുതൽ കോപ്പികൾ അച്ചടിച്ച് വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. അതെല്ലാം ചേർന്നുള്ള ഒരു അവസ്ഥയിലാണ് ഫ്രഞ്ച് വിപ്ലവം സാധ്യമായത്. ആ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നെപ്പോളിയൻ പറഞ്ഞത്, മഷിയുടെ നിയന്ത്രണം സ്റ്റേറ്റിൻ്റെ കയ്യിലായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത്. അല്ല, മറ്റൊന്നും കൂടിയുണ്ട്. ഫ്രഞ്ച് വിപ്ലവം എന്നത് ആശയങ്ങളുടെ ആവിഷ്കാരം, അല്ലെങ്കിൽ ആശയങ്ങളിൽ നിന്ന് സംജാതമായ വിപ്ലവം ആയിരുന്നു എന്ന അംഗീകാരം കൂടി നെപ്പോളിയൻ നൽകുന്നുണ്ട്. അതിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പത്രം ആദ്യകാലത്തൊക്കെ പത്രങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന പത്രങ്ങളാണ്. ഇന്നത്തെ മനുഷ്യരുടെ ക്ഷമ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും കൈകൊണ്ട് ഈ വലിയ കടലാസ് ഷീറ്റിൽ എഴുതി തയ്യാറാക്കുന്ന പത്രം. ചിലപ്പോൾ കോപ്പിയുടെ എത്രയെന്ന് ചോദിച്ചാൽ ഒരു കോപ്പിയേ ഉള്ളൂ. പിന്നീട് പത്രങ്ങൾ അച്ചടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. പത്രങ്ങൾ അച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അച്ചടിച്ച പത്രങ്ങളുടെ ചരിത്രത്തിന് ഒരു 400 വർഷത്തെ ചരിത്രമേ ഉള്ളൂ, പഴക്കമുള്ളൂ. അതിനപ്പുറത്തേക്കില്ല. അത് പിന്നീട് അതിൻ്റെ ആ പ്രിൻറ്റിംഗ് ടെക്നോളജി മാത്രമല്ലല്ലോ, നമുക്ക് വാർത്തകൾ ശേഖരിക്കുന്നതിന്, ശേഖരിക്കപ്പെട്ട വാർത്തകൾ അയക്കുന്നതിന്, അച്ചടിച്ച പത്രം വായനക്കാരിലേക്ക് അതിവേഗം എത്തിക്കുന്നതിന്, അങ്ങനെ കമ്മ്യൂണിക്കേഷനിലും ട്രാൻസ്പോർട്ടിങ്ങിലും എല്ലാറ്റിലും വലിയ മാറ്റങ്ങൾ വന്ന ഒരു കാലത്താണ് നമ്മൾ അറിയുന്ന രീതിയിൽ പത്രങ്ങൾ മാസ് സർക്കുലേഷൻ എന്ന ഒരു സ്വപ്ന സ്വീകരിച്ചത്. എന്ന് വെച്ചാൽ കൂടുതൽ വായനക്കാരിലേക്ക് കൂടുതൽ വാർത്തകളുമായി എളുപ്പത്തിൽ എത്തിച്ചേരുന്ന അവസ്ഥ. ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ പ്രാധാന്യം
പലതിൻ്റെയും പ്രസക്തി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രിൻറ്റിങ് തന്നെ, കടലാസ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പേപ്പർലെസ് അതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. അങ്ങനെയുള്ള കാലത്ത് വാർത്തകൾ ശേഖരിക്കപ്പെടുന്ന അതേ നിമിഷം തത്സമയം, ആദ്യമൊക്കെ റേഡിയോയിലായിരുന്നു, പിന്നീട് ടെലിവിഷനിൽ ആയി, ഇപ്പോൾ അതിനുമപ്പുറത്തുള്ള ഈ ന്യൂ മീഡിയ എന്ന് അറിയപ്പെടുന്ന ഒരു ലോകത്ത്, സൈബർ ലോകത്ത് വാർത്തകളുടെ വിന്യാസം വിസ്മയകരമായ രീതിയിലും വേഗതയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് വാർത്ത അറിയുന്നതിന് നമുക്ക് പത്രം തന്നെ വേണമെന്നില്ല. പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പ്രസ് ഫ്രീഡം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എന്നിവയുടെയൊക്കെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനത്തിനടുത്ത് ഒക്കെ നിൽക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപകമായ തോതിൽ പത്രം കടലാസിൽ അച്ചടിക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ അവരെല്ലാം കാര്യങ്ങൾ അറിയുന്നുണ്ട്. അവർ കാര്യങ്ങൾ അറിയുന്നത് അവരുടേതായ ആ ഏറ്റവും പുതിയ ആ ടെക്നോളജി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഓൺലൈൻ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ്. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോൾ അമേരിക്കൻ ഭരണഘടനയുടെ 1ാം ഭേദഗതിയിൽ, ഫസ്റ്റ് അമെൻമെൻറ്റ്, അവർ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന വാക്ക് എടുത്തു പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് ദ പ്രസ് യാതൊരു തരത്തിലും അമേരിക്കൻ കോൺഗ്രസ്സിന് അബ്രിഡ്ജ് ചെയ്യാൻ കഴിയില്ല, പരിമിതപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ആ ഭരണഘടന നിലവിൽ ഉള്ള സമയത്ത് ആ ഭരണഘടനയിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും സ്വീകരിച്ച്, പല വാക്കുകളും, ഇതിൻ്റെ പ്രിയാമ്പിളിലെ വി ദ പീപ്പിൾ എന്ന വാക്കുകൾ പോലും അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതാണ്. അങ്ങനെയുള്ള അവസ്ഥ ആയിരുന്നിട്ടും ഫസ്റ്റ് അമെൻമെൻറ്റിൽ പറയുന്നത് പോലെ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന വാക്കുകൾ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ ചേർത്തിട്ടില്ല. പകരം നമ്മൾ ആർട്ടിക്കിൾ 19(1)(a പറയുന്നത് എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ട് പത്രം, പ്രസ് എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ചേർത്തില്ല എന്നാലോചിക്കുമ്പോൾ പലപ്പോഴും പണ്ട് ഉത്തരം കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം, അന്ന് നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് അച്ചടിച്ച പത്രം മാത്രമാണ് മാധ്യമം, പ്രസ് എന്നത് മാത്രമാണ് മാധ്യമം ആയി പരിഗണിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് പ്രസ് എന്ന പദത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് എവിടെയെല്ലാം പ്രസ് എന്ന പദമുണ്ടായിരുന്നുവോ അവിടെയെല്ലാം നമ്മൾ മീഡിയ എന്ന വാക്ക് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അനുദിനം കാര്യങ്ങൾ മാറുകയാണ്. മാർഷൽ മക്ലൂഹൻ പണ്ട് പറഞ്ഞില്ലേ, മീഡിയം ഈസ് ദ മെസ്സേജ് എന്ന്. അത് അന്ന് അദ്ദേഹം പറയുമ്പോൾ മൊബൈൽ ഫോണില്ല. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത് എന്ന് അന്നറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ കാലത്ത് നമുക്കറിയാം, മൊബൈൽ ഫോൺ എന്നത് ആശയവിനിമയത്തിനുള്ള കേവലമായ ഇൻസ്ട്രുമെൻ്റ് മാത്രമല്ല. മൊബൈൽ ഫോൺ എന്നത് നമ്മുടെ ജീവിതത്തെ ആകെ നിർവചിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് മാർഷൽ മക്ലൂഹിൻ്റെ ആ പ്രയോഗത്തിന് അർത്ഥമുണ്ടായത്. അങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ സങ്കേതങ്ങൾ രൂപപ്പെട്ടു വരുമ്പോൾ അപ്പോഴൊക്കെ ഈ ഭരണഘടന അമെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് പ്രസ് എന്ന വാക്കല്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അത് ഒരു കാലത്തും മാറ്റം വരാത്ത ഒരു തത്വമാണ്, സനാതനമായ തത്വമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടതായ കാലത്തോളം പ്രസക്തമായി, അർത്ഥവത്തായി, പരിമിതപ്പെടുത്താനാവാത്ത രീതിയിൽ നിലനിൽക്കുന്ന തത്വമാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം. അതിന് ഉപാധി മാധ്യമം ഏതുമാകാം. മാധ്യമം ഏതായാലും ഈ തത്വത്തിൽ മാറ്റം വരുന്നില്ല.
സമകാലീന മാധ്യമങ്ങളും നവോത്ഥാന മൂല്യങ്ങളും എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ സുനിൽ പി ഇളയിടം കേരള മീഡിയ അക്കാദമി കോൺവക്കേഷനിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ കേൾക്കാം. ജ്ഞാനത്തിലേക്ക് വളരാതെ അറിവുകൾ കേവലം ഡേറ്റകൾ മാത്രമായി കുമിഞ്ഞുകൂടുന്ന അപകടകരമായ പുതിയകാല പ്രവണതകൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു. മാധ്യമങ്ങളുടെ നിലവിലെ രൂപം പരിണാമത്തിന് വിധേയമാണെങ്കിലും പത്രമാധ്യമങ്ങൾ എന്ന സാങ്കേതിക രൂപത്തിൽ നിന്ന് മനുഷ്യ ചരിത്രത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു 100 വർഷം മുമ്പ് കേരളത്തിൽ മാധ്യമ മേഖല പതിയെ ശക്തിപ്പെട്ടു വരുന്ന സമയത്ത് അതിനെ രൂപപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്ത ആശയങ്ങളും അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ ഇന്ന് ഏതാണ്ട് പൂർണ്ണമായും പരിവർത്തനപ്പെട്ടു കഴിഞ്ഞു. ആ പരിവർത്തനങ്ങൾ ഉളവാക്കിയ ആഘാതങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾക്ക് എത്രത്തോളം വിട്ടുനിൽക്കാൻ കഴിയും എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സാങ്കേതിക വിദ്യാ പരിണാമവും സാങ്കേതിക വിദ്യയുടെ മാത്രം പരിവർത്തനമായി അവസാനിക്കില്ല. അത് മനുഷ്യബോധത്തെ മാറ്റും, മനുഷ്യർക്കിടയിലെ സംവേദന ശീലങ്ങളെ മാറ്റും, സംവേദന രീതികളെ മാറ്റും, ലോകത്തെ മനുഷ്യർ നോക്കിക്കാണുന്ന രീതികളെ ആകമാനം മാറ്റും. അച്ചടി വന്ന ലോകമാണ് ആധുനിക ലോകം എന്ന് മുൻപ് പറയുമായിരുന്നു. കാരണം പറഞ്ഞും കേട്ടും ലോകത്തെ അറിഞ്ഞിരുന്ന ക്രമത്തിൽ നിന്ന് മാറി ഒരേ സമയം ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ മനുഷ്യർ ഒരേ വാർത്ത വായിക്കുകയും അവരിലൂടെ ഒരു പൊതു സാമൂഹികത രൂപപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷം അച്ചടി ഉണ്ടാക്കിയതാണ്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ അതിനെ പ്രിന്റ് മോഡേണിറ്റി എന്നൊക്കെ വിളിച്ചിരുന്നു. കാരണം ലോകത്തിൻ്റെ പല കോണുകളിലിരിക്കുമ്പോഴും ഒരേ സമകാലികതയിൽ നിലനിൽക്കാൻ മനുഷ്യർക്ക് ഇടം നൽകുന്ന നിലയിൽ അച്ചടി മാറി എന്നതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത്. എല്ലാ ദിവസവും പത്രം വരുന്നു, എല്ലാ പത്രങ്ങളിലും ഒരേ വാർത്ത വരുന്നു, ഒരേ തരം വാർത്തയിലൂടെ ലക്ഷോപലക്ഷം മനുഷ്യർ ഒരേ സമയത്ത് കടന്നു പോകുന്നു. അതുവഴി അവർക്കിടയിൽ ഒരു സാജാത്യം, ഞങ്ങളൊരു സമൂഹമാണെന്ന ബോധ്യം, തങ്ങൾ ഒരേ ജീവിതം പങ്കുവയ്ക്കുന്നവരാണ് എന്ന ബോധ്യം, ഷെയർഡ് എക്സ്പീരിയൻസ്, പങ്കുവയ്ക്കപ്പെട്ട അനുഭവത്തിൻ്റെ തലം, ഇതൊക്കെ പത്രങ്ങളിലൂടെ നിലവിൽ വന്നു. അങ്ങനെ ഒരു ആധുനിക സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അച്ചടിക്കുള്ള പത്രമാധ്യമങ്ങൾക്കുള്ള വലിയ പങ്കിനെ മുൻനിർത്തിയാണ് ഒരു ഘട്ടത്തിൽ പ്രിന്റ് മോഡേണിറ്റി എന്നൊക്കെ അതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ ക്രമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരേ സമയത്ത് നിങ്ങൾ ചാനലുകൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ പിൽക്കാല മാധ്യമ ചിന്തകരിൽ ചിലർ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ അവശേഷിക്കുകയും ഓരോ വിദ്യാർത്ഥിയും ഓരോ കാഴ്ചക്കാരനും തൻ്റേതായ സവിശേഷ ക്രമങ്ങളിൽ കാണുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടെങ്കിലുമായി. ചാനലുകളുടെ എണ്ണപ്പെരുപ്പം, ചാനലുകൾ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള കാഴ്ചക്കാരുടെ സൗകര്യം, അതെല്ലാം ചേർന്ന് ഒരേ കാഴ്ച കാണുക, ഒരേ വാർത്ത വായിക്കുക, ഒരേ അനുഭവത്തിലൂടെ കടന്നു പോകുക എന്ന മാധ്യമങ്ങളുടെ ആദ്യകാല വാഗ്ദാനം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് ടെലിവിഷൻ ചാനലുകളുടെ വ്യാപനത്തിൻ്റെ സന്ദർഭത്തിൽ ചില മാധ്യമ പഠിതാക്കൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രമുഖ മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ കെ എ ബീനയാണ് ഇന്ന് മൈ സ്റ്റോറിയിൽ. കേരള കൗമുദിയിൽ പ്രവർത്തിച്ച ശേഷം ആകാശവാണിയിലും കേന്ദ്ര സർക്കാരിന്റെ PIBയിലും ദീർഘകാലം ബീന പ്രവർത്തിച്ചു. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. സാമൂഹിക പ്രവർത്തക കൂടിയായ കെ എ ബീനയുടെ വാക്കുകൾ കേൾക്കാം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഏതാണ്ട് 1.5 വർഷത്തോളം തിരുവനന്തപുരത്ത്. അത് പിന്നെ ഒരു സാധാരണ പത്രങ്ങൾക്ക് വേണ്ടി റിലീസ് എഴുതുക, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ റിലീസ് അയക്കുക, ഫീച്ചറുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ നമുക്ക് ത്രില്ല് തരുന്ന ജോലിയൊന്നുമല്ല.
അത് കഴിഞ്ഞാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. പ്രൊമോഷൻ കിട്ടി ഞാൻ ആകാശവാണിയിൽ എത്തുവാണ്. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്ററായിട്ട് 95 ആദ്യകാലത്ത് ആണ് ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നത്. ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പം അവിടെ ഒരു വലിയ വിപ്ലവം പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ന്യൂസ് എഡിറ്റർ, ന്യൂസ് എൻ്റെ ചീഫ് ഇതെന്നുള്ള സീനിയർ പോസ്റ്റിലേക്ക് ഒരു സ്ത്രീ വരുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ റെസിസ്റ്റൻസ് ഉണ്ടായി. ഇതുപോലെ ഞാൻ അവിടെ ജോയിനിങ് ലെറ്റർ കൊടുത്തിട്ട് ഏതാണ്ട് 1.5 മാസത്തോളം എനിക്കൊരു കസേര പോലും കിട്ടാതെ ഞാൻ ആകാശവാണിയിലെ ന്യൂസ് റൂമിൻ്റെ പുറത്തിരിക്കേണ്ടി വന്നു. അതിനകത്ത് ഇട്ടിരുന്ന ഒരു സോഫയിലാണ് ഇരുന്നിരുന്നത്. എനിക്കെതിരെ ഭയങ്കരമായ കത്തുകൾ, അതായത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല, ഈ ജോലിയിൽ നിന്ന് ഇവരെ മാറ്റി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്കൊരു കംഫർട്ടബിൾ പോസ്റ്റ് കൊടുക്കുക, ഇത്രയും സീനിയർ പോസ്റ്റിൽ ഒരു സ്ത്രീക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഒരുപാട് കത്തുകൾ ഡൽഹിയിൽ പോയി. അന്ന് ഇന്ദ്രജിത് ഗുപ്തയാണ് ആഭ്യന്തരമന്ത്രി. അതുപോലെ പിന്നെ ഞങ്ങളുടെ ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് NS മാധവൻ സാറാണ്. അപ്പോൾ സാറിൻ്റെ കയ്യിലും ഒരുപാട് പരാതികളും ആളുകൾ ഇവിടുന്ന് വിളിച്ചു പറയാനും ഒക്കെ തുടങ്ങി. ഈ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്. അന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് വളരെ കുറവ് സ്ത്രീകളെ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴേക്കും NS മാധവൻ സാർ ഒരു ദിവസം ഫോണിൽ വിളിച്ചു ആകാശവാണിയിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ട്രെയിനിങ്ങിന് കുട്ടിയെ ഡൽഹിയിലേക്ക് വിളിക്കുകയാണ്, ഇവിടെ വന്ന് 2 ആഴ്ച ട്രെയിനിങ് എടുക്കുക ആകാശവാണിയിൽ വന്നിട്ട്, ഒപ്പം എനിക്കൊരു വാക്ക് തരണം, 6 വർഷത്തേക്ക് ഒരിക്കലും ട്രാൻസ്ഫർ വാങ്ങരുത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന അവസരമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ പോയാൽ ഇത് ഒരു ട്രെൻഡാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ന്യൂസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ആകാശവാണി ന്യൂസ് അന്ന് ടെലിവിഷനും ഏഷ്യാനെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, നാട്ടുകാർക്ക് പ്രശ്നമുള്ളതിന് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി. അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അവസരം നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്, ധൈര്യത്തോടു കൂടി വർക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആകാശവാണി ട്രെയിനിങ് ഡൽഹിയിൽ പോയി എന്താണെന്നുള്ളതൊക്കെ ഒരുവിധം മനസ്സിലാക്കി തിരിച്ചിവിടെ വന്ന് ഞാൻ ഒരു കുറേ വർഷത്തോളം ആകാശവാണിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ രസകരമായ ഇതുമായിരുന്നു. ആ സമയത്താണ് ആകാശവാണി വാർത്തകളുടെ 50ാം വാർഷികം വരുന്നത്. പ്രാദേശിക വാർത്തകളുടെ 1957 ആദ്യമായിട്ട് പ്രാദേശിക വാർത്തകൾ മലയാളത്തിൽ തുടങ്ങുന്നത്. ആ സമയത്ത് 2007 ഞാൻ ന്യൂസിൻ്റെ ഹെഡായിരിക്കും. അപ്പോഴേക്കും ഞാൻ ന്യൂസിൻ്റെ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ വാർത്തകളുടെ ചുമതല എനിക്കായി. ആ സമയത്താണ് ഈ വാർത്തകളുടെ 50ാം വാർഷികം വരുന്നത്. അപ്പം വളരെ വിപുലമായ പരിപാടികളോട് അത് ആഘോഷിക്കാൻ പറ്റി. 1 മാസം നീണ്ടുന്ന പരിപാടികളാണ്. പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് ഒരു വായനാ മത്സരം നടത്തി, അത് വലിയ സക്സസ് ആയി. പിന്നെ ആകാശവാണിയിൽ വലിയ പന്തലൊക്കെ, അന്നൊന്നും ആകാശവാണിക്കകത്തൊന്നും ആരും കേട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് അതിൻ്റെ മുറ്റത്ത് പന്തലിട്ടിട്ട് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും എല്ലാവരും തന്നെ അതിൻ്റെ മുറ്റത്തെത്തി, ആകാശവാണിയുടെ മുറ്റത്തെത്തി. VS അച്യുതാനന്ദൻ വന്നു, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, നോയനിക്കുറുപ്പ്, സുഗതകുമാരി, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായ ബാക്കി കരുണാകരൻ, കെ കരുണാകരൻ, എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ആകാശവാണിയിൽ പല പരിപാടികൾക്കായി വരികയും ആകാശവാണി ആദ്യമായിട്ട്, ഇന്നൊക്കെ ലൈവൊക്കെ പുറത്തുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ന്യൂസ് വായിക്കുന്ന രീതിയിൽ അന്ന് അതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വലിയ ഇന്നവേഷൻസോടുകൂടി തന്നെ ആ 50ാം വാർഷികം വളരെ സക്സസ്ഫുള്ളായി എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ അതിൻ്റെ ഒരു ചുമതലക്കാരി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അപ്രീസിയേഷനും മാധ്യമ ശ്രദ്ധയും ഒക്കെ റേഡിയോയ്ക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം ഞാൻ എഴുതിയുണ്ടായി, ദേശാഭിമാനിയിൽ അത് പ്രസിദ്ധീകരിച്ചത്. അപ്പം അതിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ചാക്കുപയോഗിച്ചും മണ്ണുപയോഗിച്ചും വൈക്കോൽ ഉപയോഗിച്ചുമൊക്കെ ദിവസങ്ങൾ കഴിക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച്, ഈ പീരീഡ്സ് ആവുന്നത് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് പഠനം നിർത്തേണ്ടി വരുന്ന പെൺകുട്ടികളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ സമഗ്രമായ ഒരു പഠനമായിരുന്നു അത്. അതിനും എനിക്ക് ലാറ്റ്ലി മീഡിയയുടെ അവാർഡ് കിട്ടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ യാത്രകളിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പല തരത്തിൽ
ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിപ്പം ചിന്ത പബ്ലിക്കേഷൻസ് ഇത് പുസ്തകമായിട്ട് ഉടൻ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് സംവരണവും എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു ശരിക്കും. അതെനിക്ക് ഈ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് കിട്ടിയ ശീലം കൊണ്ടാണ് എനിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നിരന്തരം അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനുള്ള ഒരു ഒരു ഊർജവും ആ ഒരു ഇതും കിട്ടുന്നത്. അതിനകത്ത് ഒരുപാട് നല്ല കഥകളും കാണാൻ പറ്റും, നല്ല കാഴ്ചകളും കാണാൻ പറ്റും, നല്ല അനുഭവങ്ങളും കാണാൻ പറ്റും. ഇന്ത്യയെ കുറച്ചുകൂടി ആഴത്തിൽ അനുഭവിച്ച് അറിയാൻ പറ്റും. അതാണ് ഈ ശരിക്കും പത്രപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അഭിമാനകരമായ എൻ്റെ ഒരു വർക്കായിട്ട് എനിക്ക് തോന്നുന്ന അതാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആരാധന പുരുഷനായിരുന്നു കൗമുദി ബാലകൃഷ്ണൻ. അപ്പോൾ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു അച്ഛൻ വഴി കേട്ടിട്ടുള്ള ആ കെ ബാലകൃഷ്ണനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, കൗമുദി കേരളത്തിലെ പത്രപ്രവർത്തനത്തിന് നൽകിയ സംഭാവനകൾ പഠിക്കുക. അങ്ങനെ അതാണ് ഞാൻ ഞങ്ങളുടെ ഡെസർട്ടേഷൻ തീസീസ് എന്നൊക്കെ പറയുന്ന ആ പഠന ഗ്രന്ഥം പോലെ ഒരെണ്ണം ഉണ്ടാക്കണം ഞങ്ങൾക്ക്, അതിൻ്റെ വിഷയമാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഡോക്ടർ JV വിളനിലമായിരുന്നു ഞങ്ങളുടെ പ്രൊഫസർ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ആ വിഷയം ആണ് ഞാൻ മെയിൻ ഇതിലെടുത്തത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ അന്ന് കൗമുദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളുമായി കുറേ പേരെ പോയി നേരിൽ കണ്ടു. അത് വിവേകാനന്ദൻ, പഴവിള രമേശൻ, അവരൊക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. N രാമചന്ദ്രൻ, വേണുഗോപാൽ എന്നൊക്കെ പറയുന്ന പത്രപ്രവർത്തകരെയൊക്കെ നേരിൽ പോയി കണ്ടു. യദുകുലകുമാർ. പക്ഷേ ദൂരെയുള്ളവരെ ഇപ്പോൾ തകഴി, ബഷീർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, CR കേശവൻ വൈദ്യൻ എന്നൊക്കെ പറയുന്നവരെ, പ്രാക്കുളം ഭാസി, അങ്ങനെ കുറേ പേരുണ്ടെന്ന് കേട്ടിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഞാൻ ഓരോ കത്തയച്ചു. അതായത് ഇങ്ങനെ കൗമുദിയും കെ ബാലകൃഷ്ണനും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ചിലരൊക്കെ 2-3 വരി കത്തൊക്കെ അയച്ചു, ചിലരെല്ലാം അയച്ചതേ ഇല്ല. പക്ഷെ ഒരു ദിവസം പോസ്റ്റ്മാൻ എന്നെ വിളിച്ചിട്ട് ഒരു കവർ എനിക്ക് ഏൽപ്പിച്ചു. രജിസ്റ്റേർഡ് കത്താണ്. ഞാൻ അതിൻ്റെ കവർ നോക്കുമ്പം വൈക്കം മുഹമ്മദ് ബഷീർ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുകയാണ്. ഞാൻ അന്തം വിട്ടിട്ട് വലിയൊരു കത്ത് നോക്കുമ്പോൾ 18 പേജിൽ വൈക്കം മുഹമ്മദ് ബഷീർ എനിക്കൊരു കത്തയച്ചിരിക്കുകയാണ് ഇതിന് മറുപടിയായിട്ട്, ഈ കത്തിന് മറുപടിയായിട്ട്. അതിനകത്ത് അദ്ദേഹം എന്നെ പൊന്നമ്പിളി എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് അതിനകത്ത് കെ ബാലകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു കത്തോടുകൂടി വന്നു ചേർന്നു. പിന്നീട് നിരന്തരം ബഷീർ മരിക്കുന്ന അവസാനത്തെ കത്ത് പോലും എനിക്കാണ് എഴുതുന്നത്. നിരന്തരമായി കത്ത് എഴുതുക, നിരന്തരമായി അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം പോകുന്നത് ബഷീറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ പോവുക, അവിടെ ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ, ഉമ്മച്ചി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്, ഉമ്മച്ചിയായിട്ടും ഷാഹിന, അനീസ് മക്കളുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായി. ഒരു മകളെപ്പോലെ 2 മക്കളുണ്ടായിരുന്നിടത്ത് ഒരു മൂന്നാമത്തെ ഒരു മകളെപ്പോലെ ബഷീർ എന്നെ സ്നേഹിക്കുകയും എനിക്ക് കത്തുകൾ എഴുതുകയും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും എല്ലാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരുപാട് എഴുതണമെന്ന് ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എവിടെ ജോലിക്ക് പോകണമെന്ന് തീരുമാനിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബഷീർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ബഷീറിനെ കാണുമ്പോൾ എനിക്ക് 20 വയസ്സും പരിചയപ്പെടുമ്പോൾ എനിക്ക് 20 വയസ്സും ബഷീറിന് 75 വയസ്സാണ്. 50 വയസ്സിൻ്റെ വ്യത്യാസം, 50-55 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ അതൊന്നും തന്നെ ബാധകമല്ലാത്ത രീതിയിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് ബഷീർ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയോട് ഇതോടുകൂടി സംസാരിക്കുന്നതിനൊപ്പം തന്നെ വലിയൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ബഷീർ പലപ്പോഴും കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു. പിന്നെ ബഷീറിൻ്റെ കുടുംബവുമായി ചേർത്ത് വെച്ചു ബഷീർ എന്നെ. അവരുടെ മകളുമായിട്ടാണെങ്കിലും, മകളെ തമാശ പറയാനാണെന്നുണ്ടെങ്കിലും, ഉമ്മച്ചിയെ തമാശ പറയാനാണെങ്കിലും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ സ്നേഹം എനിക്ക് നൽകി. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്ത് എവിടെ പോയാലും ബേപ്പൂർ പോയി അദ്ദേഹത്തെ കണ്ട് കുറേ നേരം ഇരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടേ വരുവുള്ളായിരുന്നു. പൊന്നമ്പിളി എന്നുള്ള ആ വിളി പോലും എനിക്ക് തോന്നുന്നു വേറെ ആരും അത്രയും സ്നേഹത്തോടു കൂടി അങ്ങനെ ഒരു പേരിട്ട് എന്നെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ നിരുപാധികമായി എൻ്റെ ഒന്നും അദ്ദേഹത്തിന് കിട്ടാനില്ലല്ലോ, എന്നിട്ടും എന്നെ ഇന്നൊക്കെ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോൾ വേണോ കയറി ചെല്ലാവുന്ന, എപ്പോൾ വേണോ എന്ത് വേണോ സംസാരിക്കാവുന്ന ഒരു സുഹൃത്തായിട്ടും ഒരു സ്നേഹിതനായിട്ടും ഒക്കെ ബഷീർ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു.
ബഷീർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ കത്തുകളൊന്നും പ്രസിദ്ധീകരിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. 10 വർഷം കഴിഞ്ഞാണ് ആദ്യമായിട്ട് മാതൃഭൂമിയുടെ വീക്കെൻഡിൽ ഒരു കത്ത് വരുന്നത്. പിന്നീട് ആ കത്തുകൾ DC ബുക്സ് ബഷീറിൻ്റെ കത്തുകൾ എന്നുള്ള പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ ലക്കം മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.